ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റവ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കാത്ത നല്ല സ്പോഞ്ച് പോലെ പഞ്ഞ് പോലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാനും പറ്റും. രാവിലെ ചുട്ട് വൈകിട്ട് വരെ ഇന്നാലും ഇതുപോലെ തന്നെ നല്ല പഞ്ഞ് പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ഈ ഒരു ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണിത്. അതിന്റെ വെള്ളം എല്ലാം ഇപ്പോൾ ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനിവിടെ ആ ഒരു വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചോറാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. റേഷനരി ചോറോ സാധാ അരിച്ചോറോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ സാധാ അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളം ഇതുപോലെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ അരച്ചെടുക്കരുത്. ഈ ഒരു വെള്ളത്തിന്റെ കണക്ക് കാണിക്കാൻ വേണ്ടിയാണ് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം മാറ്റിയതിന് ശേഷം ഇത് അരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കട്ടിയായിട്ട് തോന്നുമ്പോൾ ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടി. അരച്ചെടുത്ത മിക്സ് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ്. ഇതിലേക്ക് ഇനി വറുത്ത റവയോ വറുക്കാത്ത റവയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് അളവിലാണ് റവ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു റവയുടെ കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും പറഞ്ഞത്. ഇനി ഇതിനേക്കാൾ കൂടുതലോ കുറവോ റവ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കേണ്ടി വരും. റവ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയാവാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. 1 മിനിറ്റ് നേരമൊക്കെ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. റവ നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലേ നന്നായിട്ട് ഈ ഒരു മാവ് മിക്സായി കിട്ടുകയുള്ളൂ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് പരുവായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തലേ ദിവസം പച്ചരി ഉഴുന്ന് ചോറൊക്കെ ഇട്ട് അരച്ച് വെക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഉഴുന്നും അതുപോലെ റവയും ചോറൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെയാണ് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല പോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊങ്ങി വന്നിട്ടില്ല എങ്കിലും നല്ല പോലെ പതഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് കോരി കാണിച്ചു തരാം. ഇത് മൊത്തം പതയാണ്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ റവയൊക്കെ കുതിർന്ന് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് ലൂസാക്കി എടുക്കണം. ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റവ കുതിർന്ന് വന്നിട്ട് നന്നായിട്ട് കട്ടിയായിട്ടുണ്ടെന്ന്, അതുപോലെ നല്ല പതയായിട്ടിരിക്കുന്നുണ്ടെന്നും. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിൻ്റെ 1/2 കപ്പ് അളവിന് 1/4 കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നോക്കാം ഇത് എത്രത്തോളം കറക്റ്റായിട്ട് ഈ മാവ് വന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ പച്ചരി ഉഴുന്ന് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ സാധാരണ ഒന്നുകൂടി ലൂസാക്കി എടുക്കും. അതുപോലെ നല്ല ലൂസാക്കി എടുക്കണ്ട. അപ്പോൾ നമ്മുടെ പരുവം തെറ്റിപ്പോവും. കാരണം ഇത് റവ ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കട്ടിയായിട്ട് വേണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഞാൻ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുള്ള ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ പരുവം മനസ്സിലാവും. ഞാനിവിടെ നന്നായിട്ട് ചൂടായി വന്ന ഒരു പാനിലേക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഹോള് വരാനായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞ് പോലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടാവും. ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളത്. അതുപോലെ ഓരോന്നും ചുട്ടെടുത്തതിന് ശേഷം ഞാൻ ഒട്ടും തന്നെ ഓയിലോ എണ്ണയോ ഒന്നും തന്നെ സ്പ്രെഡ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇത് ഹോള് വരാനൊക്കെ നല്ല എളുപ്പമായിട്ടുള്ളത്.
ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ടാണ് എല്ലാം ചുട്ടെടുക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരേ പരുവത്തിൽ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഇപ്പോഴത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ചുട്ടെടുത്തിട്ടുണ്ട്. ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല ഹോളോട് കൂടിയ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞ് പോലൊരു പലഹാരം റെഡിയായി കിട്ടി. അപ്പോൾ നമുക്കിത് റവ ദോശ എന്നോ റവ അപ്പം എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.